സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാനായിട്ട് കുറച്ച് വിനാഗിരി ഇതേപോലെ രാത്രി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ക്ലീനായിട്ട് കിട്ടും. അപ്പം അതിനകത്ത് നിന്ന് ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ എപ്പോഴും നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഷാമ്പൂ ഇതൊക്കെ വെച്ചിട്ടല്ലേ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പൗഡർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതുമാത്രമല്ല നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ എണ്ണമയവും പാടും അതേപോലെ നമ്മുടെ കറിയുടെ ഇത് എണ്ണമയം എല്ലാം കാണുമല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതുമാത്രമല്ല ഗ്യാസ് ട്യൂബിനകത്തൊക്കെ ഉറുമ്പൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിക്കുമ്പോഴത്തേനും ബർണറിനകത്ത് നിന്ന് തീ മഞ്ഞ കളറിലൊക്കെ തീ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഗ്യാസ് ഒരുപാട് നഷ്ടമാകും. അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ 4 ഭാഗത്തും കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക കാലിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല ട്യൂബിലൊന്നും ഉറുമ്പൊന്നും കയറിയിരിക്കില്ല. ബർണർ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. കണ്ടോ. അപ്പോൾ എത്ര പഴകിയ സ്റ്റൗവാണെങ്കിലും ഇതേപോലെ നല്ല രീതിയിൽ കത്തും. ഇപ്പോൾ നല്ല പഴക്കമുള്ള സ്റ്റൗവാണിത് ഞാനിപ്പോൾ കാണിച്ചത്.